ഹായ് കൂട്ടുകാരെ, എല്ലാവരും ഉച്ചഭക്ഷണമൊക്കെ കഴിച്ചോ? എല്ലാവർക്കും ഉച്ചഭക്ഷണം നല്ല രീതിയിലായിരിക്കുമ്പോൾ ഇന്നെൻ്റെ ഉച്ചഭക്ഷണം നിങ്ങൾക്ക് കാണണ്ടേ? അപ്പോഴേ കാണിച്ചു തരാം. എൻ്റെ ഉച്ചഭക്ഷണം ഞാൻ തയ്യാറാക്കുന്നത് എന്താണ്. കപ്പ പുഴുക്കാൻ പോവുകയാണ്. മനുഷ്യൻ്റെ വയറ് നിറഞ്ഞാൽ മതിയല്ലോ, എന്തെങ്കിലും പോരെ. അപ്പോഴേ ഞാൻ കപ്പ വാങ്ങിക്കൊണ്ട് വന്നിട്ടുണ്ട്. നമുക്ക് ഇപ്പോൾ കപ്പ കൃഷിയൊന്നുമില്ല. അതായത് പന്നിയും പട്ടിയും ഒന്നും തരില്ല. അതുമല്ല, നമ്മുടെ പറമ്പ് ഫുൾ റബ്ബറാണ്. അപ്പം എവിടെയാണ് കൃഷി ചെയ്തത്? ഫുള്ള് റബ്ബറാണ്. പിന്നെ കോരിഞ്ചി. അപ്പോഴേ ഇന്നലെ ഞാൻ നല്ല നെത്തോലി പറ്റിച്ചത് ഫ്രിഡ്ജിൽ കോരി വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോഴേ ഇതാണ് ഇന്ന് എൻ്റെ ഉച്ചഭക്ഷണം. പള്ളിയിൽ പോയിട്ട് വന്നതേ ഉള്ളൂ. ഇപ്പോഴേ ഞാനിത് പുഴുങ്ങാൻ പോവുകയാണ്. എല്ലാവരും വായോ. പണ്ട് കാലത്തെ കപ്പയാണെങ്കിൽ ഈ പറമ്പിൽ നിന്ന് വിറ്റോണ്ടിരുന്നതാണ്. ഇപ്പം വന്ന് കപ്പ മേടിക്കേണ്ട ഒരു സാഹചര്യമാണ് വന്നിരിക്കുന്നത്. ഞങ്ങനെ മേടിക്കാറില്ല കേട്ടോ കൂട്ടുകാരെ. വല്ലപ്പോഴും ഇതുപോലെ പെട്ടെന്ന് എന്തെങ്കിലും വേണം, അല്ലെങ്കിൽ മീനൊക്കെ ഉണ്ടെങ്കിൽ കപ്പ വേവിക്കണമെന്ന് തോന്നുവാണെങ്കിൽ കപ്പ വാങ്ങിക്കാറുണ്ട്. കാരണം അമ്മയ്ക്ക് തൈറോയിഡ് ഉണ്ട്, അമ്മയ്ക്ക് അങ്ങനെ കഴിക്കാൻ പറ്റില്ല. ഇപ്പം ഞാൻ രാവിലെ കാപ്പിയൊക്കെ കഴിഞ്ഞിട്ടാണ് പള്ളിയിൽ പോയത്. അപ്പം ഫ്രിഡ്ജിൽ ചോറിരിപ്പുണ്ട്. അപ്പോൾ അതിന് ചൂടാക്കി അതിന് കറികളൊക്കെ വെച്ച് വരുമ്പോഴത്തേക്കിനും ഒരുപാട് താമസിക്കും. എനിക്ക് ഈ കള്ളത്തരങ്ങളോ പൊങ്ങച്ചമോ പറയുന്ന കാര്യം ഇഷ്ടമില്ല, താല്പര്യമില്ല. അതുകൊണ്ട് എൻ്റെ ഈ സാഹചര്യത്തിൽ നിന്നുകൊണ്ട് ആണ് ഞാൻ ഈ വീഡിയോ പിടിക്കുന്നതും വീഡിയോ അപ്ലോഡ് ചെയ്യുന്നതും ഒക്കെ. ഇപ്പോഴേ ഇതിടാൻ പാത്രം കൊണ്ടെടുത്തോട്ട് വരട്ടെ. ഇപ്പോഴേ വളവള മിന്നുന്ന പാത്രങ്ങളോ കാര്യങ്ങളോ ഒന്നുമില്ല. നമുക്ക് അലൂമിനിയം പാത്രം മാത്രം. അതുകൊണ്ടുണ്ടല്ലോ കൂട്ടുകാരെ, എൻ്റെ വീഡിയോ കാണാൻ നിങ്ങളെപ്പോലെ കുറച്ച് നല്ലവരായ വ്യൂസുകൾ മാത്രമേ എനിക്ക് കിട്ടാറുള്ളൂ, ആളുകൾ കാണാറുള്ളൂ. അല്ലാതെ വളവള മിന്നുന്ന വസ്ത്രങ്ങളോ ആടയാഭരണങ്ങളോ ഒന്നും എനിക്കില്ലപ്പാ. ഇപ്പോഴേ നമുക്ക് പാചകം പറഞ്ഞുകൊണ്ടിരുന്നാൽ പറ്റില്ല. കപ്പ പൊളിച്ച് പുഴുങ്ങാം. ഓരോ കഷ്ണങ്ങൾ 4ആയിട്ട് മുറിച്ചിടുകയാണ്. അപ്പം കടക്കാരി പറഞ്ഞു പെട്ടെന്ന് വേകുന്നതാണെന്ന് പറഞ്ഞു. അപ്പോഴേ നമുക്ക് പെട്ടെന്ന് വേഗണം താനും, കാരണം വയറ് വിശക്കുന്നു. വിശപ്പിൻ്റെ വിളി രൂക്ഷമായിക്കൊണ്ടിരിക്കുന്നു. രാവിലെ അരക്കുറ്റി പുട്ട് കഴിച്ചിട്ടാണ് പോയത്. അത് ഇപ്പം വിശക്കാതിരിക്കുമോ? അപ്പം ഞാൻ നോക്കിയപ്പോഴേ നല്ലൊരു മാർഗം പെട്ടെന്ന് ആഹാരം ഉണ്ടാക്കി കഴിക്കാൻ. അമ്മ കഴിക്കുമെന്ന് തോന്നുന്നില്ല കേട്ടോ. അപ്പം അതുകൊണ്ട് വളരെ കുറച്ചേ ഉണ്ടാക്കുന്നുള്ളൂ. പിന്നെ ഇരിക്കുന്ന ചോറും ചൂടാക്കിയെടുക്കാം. ഇവരെ വേണമെങ്കിൽ ചോറ് അമ്മ കഴിച്ചോളുമല്ലോ. അപ്പം ഫ്രിഡ്ജിൽ നിന്നാണ് ചോറങ്ങ് എടുത്ത് വയ്ക്കും. നല്ല തീയലുണ്ട്, ഒന്നാന്തരം തീയൽ വെച്ചത് ഫ്രിഡ്ജിലിരിപ്പുണ്ടായിരുന്നു. അതൊക്കെ എടുത്ത് വയ്ക്കുക, അത് ചൂടാക്കുക. ചോറ് ഇരിപ്പുണ്ട്. പിന്നെ നമുക്ക് സ്ഥിരമായിട്ടുള്ള തൈര്. അത് ചമ്മന്തി ഉണ്ടാക്കാൻ വേണം. വേറെ ഒരു ബോട്ടിലപ്പോഴത്തേന് ഇത് തീരുമ്പോഴത്തേനും അടുത്ത ബോട്ടിൽ വാങ്ങിച്ച് വെക്കും, അല്ലെങ്കിൽ ഒഴിച്ച് വയ്ക്കും. ഇവിടെ അമ്മയ്ക്ക് തൈര് ഇല്ലാതെ പറ്റത്തില്ല. തൈര് പഞ്ചസാര ഇട്ട് കുടിക്കുക പുള്ളിയുടെ പതിവാണ്. എന്നിട്ട് പറയാം ഇതേ ഐസ്ക്രീമാണെന്ന്. എന്തോ പറയാനാന്ന് പറഞ്ഞു. ഞങ്ങളുടെ അമ്മയുടെ കാര്യം നല്ല രസമുണ്ട് കേട്ടോ. ഇന്നലത്തെ വീഡിയോ കണ്ടാൽ അറിയാം, അമ്മയുടെ വർത്തമാനം കേൾക്കാം. നല്ല രസമുണ്ട്. ചെവി കേൾക്കത്തില്ല. ഇത് നമ്മൾ കിടന്ന് അലയ്ക്കേണ്ടി വരും. അലയ്ക്കുമ്പം നാട്ടുകാരോർക്ക് ഇതെന്തോ ഈ തള്ളിയോട് കിടന്ന് ഇങ്ങനെ അലയ്ക്കുന്നതെന്ന് ഉറക്കെ പറയണം. ഇപ്പോഴേ കുറച്ച് കപ്പ എടുത്തു. ഇതുകൂടെ എടുത്താൽ കൂടുതലായിരിക്കും. അപ്പം ഇത് മതിയാകും. ചോറും കൂടെ ചൂടാക്കി ഇതും കൂടെ ആകുമ്പം മതി. ഈ കപ്പ ഞാൻ ഫ്രിഡ്ജിൽ
സ്വർണം പോലെ സൂക്ഷിച്ചു. എനിക്ക് സ്വർണത്തോടൊന്നും ആർത്തിയില്ല. ഇതുപോലുള്ള കാര്യങ്ങളാണ് എനിക്ക് അമൂല്യമായത്. സ്വർണം എന്തിനാ? ഇന്നാളെ കണ്ടു, യൂട്യൂബിൽ തന്നെ കണ്ടു, ഒരു സ്വർണത്തിൻ്റെ കളക്ഷന് എനിക്ക് ഇത്രമാത്രം ഉണ്ടെന്ന് ആരോ കാണിച്ചു. അത് കണ്ട് കള്ളന്മാർ ആ വീട് മൊത്തം കയറി അരിച്ചു പറക്കി. ഉള്ളവരൊക്കെ കാണിക്കുമോ? ഉള്ളവരരകത്തില്ല, ഇല്ലെന്നേ പറയത്തുള്ളൂ. എത്ര പേരുടെ വീട്ടിൽ സ്വർണം കാണും, പക്ഷെ ആരെങ്കിലും പറയുമോ ഉണ്ടെന്ന്? ഇല്ല, ഇല്ലെന്നേ പറയുള്ളൂ. ഈ പൊങ്ങച്ചം കാണിക്കുന്നതൊന്നും ഇല്ലാത്തവരാ, അതേ ഞാൻ പറയത്തുള്ളൂ. ഇപ്പോഴേ പളപള നിന്റെ അടുക്കളയൊന്നും ഇല്ല എനിക്ക്. എൻ്റെ അടുക്കള കണ്ടാലേ ആ പോലും വെള്ളം കുടിക്കില്ല. അത്രയ്ക്ക് ഒക്കെയുള്ള അടുക്കളയാണ് നമ്മുടേത്. ഇപ്പോഴേ വാചകം പറഞ്ഞാലൊക്കത്തില്ല. ഞാൻ കഴുകി അടുപ്പയിലോട്ട് വെക്കട്ടെ, വിശക്കുന്നു. അപ്പം വീണ്ടും പിന്നെ കാണാം. അപ്പോൾ പുഴുങ്ങാനായിട്ട് ഞാൻ തീ കത്തിച്ച് വെള്ളം അടുപ്പയിലോട്ട് വെച്ചു. തിള വരാൻ തുടങ്ങുന്നു. നടച്ച് വെക്കും. ഇത്രയും കപ്പ മാത്രമേ ഞാൻ എടുത്തിട്ടുള്ളൂ. അപ്പോഴേ അമ്മ പറഞ്ഞു ചായ വേണമെന്ന്. അപ്പോൾ ചായക്ക് ഞാൻ വെള്ളം അങ്ങോട്ട് വെച്ചു. നമ്മുടെ കപ്പ ഇവിടെ തിളച്ച് വന്നിട്ടുണ്ട്. അതിലേക്ക് കുറച്ച് ഉപ്പിട്ട് കൊടുക്കാം. അപ്പോഴേ ചോറ് ചൂടാക്കാനായിട്ട് ഞാൻ എടുത്ത് വെച്ചിട്ടുണ്ട്. ഇതിൻ്റെ അകത്ത് കുറച്ച് വെള്ളം കൂടെ ഒഴിച്ചിട്ടുണ്ട്. ഇതൊന്ന് തിളച്ച് കയറി ഒന്നുകൂടെ ഒന്ന് വേകും. അപ്പോഴേ നമുക്ക് വാങ്ങി ഊറ്റിയെടുക്കാം. ആ കടക്കാരി എന്നെ ചതിച്ചതാണെന്നാ തോന്നുന്നത്. ഇതുവരെയായിട്ടും വെന്തില്ല. പെട്ടെന്ന് വേഗമെന്നാ എന്നോട് പറഞ്ഞു. അതോ എനിക്ക് വിശക്കുന്നോണ്ടാണോ വേഗാത്തത്? ഇപ്പം നമ്മുടെ ചായയൊക്കെ ഇവിടെ ഒന്നാന്തരമായിട്ട് തിളച്ചിട്ടുണ്ട്. ചെറിയ തീയിൽ ഒന്നുകൊണ്ടിട്ട് തിളപ്പിച്ചെടുക്കാം. ഇപ്പോഴും ഉച്ചയ്ക്ക് ചായ കുടിക്കുന്ന വ്യക്തികൾ ആരെങ്കിലും ഉണ്ടോ? എനിക്കും അമ്മയ്ക്കും നിർബന്ധമാണ്. ഉച്ചയായാലും പാതിരാത്രി ആയാലും ഈ ചായയിൽ ഒരു ഗ്ലാസ് കുടിച്ചില്ല എങ്കിൽ അന്നത്തെ ദിവസം ഒന്നും കഴിച്ചില്ലേലും വേണ്ടിയല്ല ചായ കുടിക്കണം. അത് അത്യാവശ്യമാണ്. ഇപ്പോഴേ അപ്പം ചായ ചോദിച്ചിട്ട് കുറച്ച് നേരമായി. നാറിച്ചം കൊടുത്തേക്കാം. ഇപ്പോഴേ അരിച്ചെടുക്കാം. അമ്മയുടെ കപ്പെടുത്തു. ചായ കൊടുക്കാം. ചായയുടെ കൂടെ കഴിക്കാൻ ബിസ്ക്കറ്റ് ഉണ്ട്. പിന്നെ അമ്മയ്ക്ക് കൊണ്ട് കൊടുത്തിട്ട് വരട്ടെ. അമ്മ ചായ. അമ്മ ഈ ചായ വേണമെന്ന് പറഞ്ഞിട്ട് എവിടെ പോയി? ഇനി അടച്ചു വെക്കണ്ടേ? കറിയോടൊന്ന് ചൂടാക്കാം.
ചോറ് ചൂടാക്കാനായിട്ട് അടുപ്പിലോട്ട് വെച്ചു. പിന്നെ കപ്പയുടെ നിലപാട് എന്തായെന്നൊന്ന് നോക്കട്ടെ. എന്ത് കാണാൻ ചാൻസ് കുറവാണ്. എന്നെ കടക്കാരി പറ്റിച്ചതാണ്. നോക്കട്ടെ, വെന്തെങ്കിലേ ഞാനങ്ങ് ഊറ്റട്ടെ. തിളച്ച് നല്ല റെഡി ആയിട്ടുണ്ട്. ഇതൊന്ന് ഊറ്റി വറ്റിച്ചെടുക്കണം. അതായത് തീയിൽ പിന്നെ വെച്ചൊന്ന് പൊട്ടുമ്പോൾ ചോറെടുക്കണം. എന്ത് റെഡി ആയിട്ടുണ്ട്. ഞാൻ ഊറ്റി വെച്ചു. പുറത്ത് മഴയൊക്കെ ചാറുക, അതുകൊണ്ട് കാന്താരി പറിക്കാൻ നിർവാഹമില്ല. അതുകൊണ്ട് ഞാൻ കുറച്ച് പച്ചമുളക്, ഉപ്പ്, ചുവന്നുള്ളി ഇവയൊന്ന് അരച്ചെടുക്കാം. എന്നിട്ട് തൈരിൻ്റെ അകത്ത് കലക്കി നമുക്കൊരു ചമ്മന്തി തയ്യാറാക്കാം. കഴിഞ്ഞ ദിവസം വെച്ച തീയലിൻ്റെ ബാക്കി ഞാൻ ഫ്രിഡ്ജിൽ വെച്ചിട്ടുണ്ടായിരുന്നു. അത് നന്നായി ഒന്ന് ചൂടാക്കിയെടുക്കുകയാണ്. സ്വല്പം വെള്ളം കൂടി ഒഴിച്ച് ഞാൻ ഒന്ന് നല്ലതായിട്ട് തിളപ്പിച്ച് എടുക്കാം എന്നാണ് ഉദ്ദേശിക്കുന്നത്. തിളച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോഴും അതാണ് ഇന്നത്തെ എൻ്റെ കാര്യം. കഴിഞ്ഞ ദിവസം വെച്ച, അതായത് ഇന്നലെ വെച്ച മത്തങ്ങാക്കറി ഇരിപ്പുണ്ടായിരുന്നു. അതും നന്നായി ഒന്ന് ചൂടാക്കിയെടുക്കാം, തിളപ്പിച്ചെടുക്കാം. ഇത് തീയലൊക്കെ നന്നായി കുറുകി വന്നിട്ടുണ്ട്. അപ്പം ഫ്ലെയിം ഓഫ് ചെയ്യാം. ഇതാണ് ഇന്നലെ വെച്ച ഒരു തോരൻ. ഇത് ചൂടാക്കിയെടുക്കാം. ഇവിടെ ചമ്മന്തിയൊക്കെ അരച്ചെടുത്തു. ഇനിയും തൈര്, കട്ട തൈര്. ഇവിടെ നമ്മുടെ തൈരെല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്ത് ചമ്മന്തി ആക്കട്ടെ. ഈ അവസരത്തിൽ ഉപ്പോ പുളിയോ ഉണ്ടായാലും ഒന്നും ചെയ്യാൻ പറ്റത്തില്ല. ഉപ്പുണ്ടെങ്കിൽ കുറേ തൈര് കൂടെ കോരി ഒഴിച്ച് ഉപ്പ് കുഴയ്ക്കാം. നോക്കട്ടെ, പറഞ്ഞതുപോലെ ഉപ്പ് കൂടുതലാണ്, പുളിയുണ്ട്. പക്ഷേ ഒന്നും ചെയ്യാൻ പറ്റത്തില്ല പുളിക്ക്. കുറച്ചുകൂടെ തൈര് ഒഴിക്കും. അപ്പോഴേ ഇത് ചോറിനും കപ്പയ്ക്കും ഒക്കെ ആവും. കടപ്പ ഇവിടെ കറണ്ട് പോയി. ഇവിടെ നമ്മുടെ മീൻ തോരനോടൊന്ന് ചൂടാക്കണം. മത്തങ്ങാക്കറി തിളച്ചുകൊണ്ടിരിക്കുന്നു. ഇപ്പോഴേ ഇന്നത്തെ വിശേഷം ഇത്രയൊക്കെ ഉള്ളൂ. തട്ടിക്കൂട്ട് ഭക്ഷണം തയ്യാറാക്കൽ ഇന്ന് ഇതൊക്കെയാണ് എൻ്റെ ഭക്ഷണം. വൈകിട്ട് ചപ്പാത്തി ഉണ്ടാക്കാനാണ്. അപ്പം ഇന്ന് ചോറ് വയ്ക്കില്ല. നാളെയാണ് കഞ്ഞിവെപ്പിൻ്റെ അടുത്ത ഡേറ്റ്. ഇപ്പോഴേ ഈ വീഡിയോ കണ്ട് ഇഷ്ടപ്പെട്ടെങ്കിൽ കൂട്ടുകാരെല്ലാം ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത്, ലൈക്ക് ചെയ്ത്, ഹൈപ്പ് ചെയ്ത്, കമൻറ്റ് ചെയ്തേക്കണേ. ഇപ്പോഴേ അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം. ബൈ. താങ്ക് യു.